ഹരിയേ, ഞാൻ ഇപ്പൊ അങ്ങനെ ആലോചിക്കുക എന്താ വെച്ചിട്ടാ, ആ കുട്ടിക്കാലം ഉണ്ടായിരുന്നല്ലോ. കുട്ടിക്കാലല്ല, ഒരു 10, 24, 25 വയസ്സുള്ള സമയമൊക്കെ നല്ല രസമായിരുന്നു ചങ്ങായി. കല്യാണം കഴിച്ചോട് കൂടിയിട്ട് എന്റെ പൊന്നു മോനെ കുടുങ്ങി. കാര്യം മാത്രല്ല എന്റെ അവസ്ഥ തന്നെ. ഇന്റെ കാര്യം എങ്ങനെയല്ല, എനിക്ക് കിട്ടിയത് ഒരു കാളേനെ പറയണ്ട. അപ്പൊ ഇന്റേതോ അനങ്ങാൻ പാടില്ല, അങ്ങോട്ട് ഇരിയാൻ പാടില്ല, ഇങ്ങോട്ട് ഇരിയാൻ പാടില്ല, എവിടെ തിരിഞ്ഞാലും പ്രശ്നം. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. പഠിക്കലേക്ക് എത്തുമ്പോഴത്തേനും അപ്പ വിളിക്കും, എവിടെ. കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകുമ്പോ ഒരു വീഡിയോ കോൾ ചെയ്യും, എവിടേക്കായി പോയി എന്നറിയാൻ ആ സംശയമുണ്ട്. എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാൽ പേരിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റൂല. അവിടെ ഇരുന്ന എന്തെങ്കിലും ഒരു പണി വന്നു. എന്തപ്പ ചെയ്യ, കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി ഇനിയിപ്പോ പിറ്റേനൊക്കെ ഒന്നും ചെയ്യാൻ മാർഗമില്ല. ഏതായാലും കുടുങ്ങിപ്പോയിട്ട് ഓരോ ചെക്കന്മാർ ഇപ്പോഴേ ബൈക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറക്കുക തിയേറ്ററിലേക്കും. പണ്ട് നമ്മൾ പോയിരുന്ന പോലെ തന്നെ തിയേറ്ററിലേക്കും, ഇടയ്ക്ക് ആ പാടത്തങ്ങാടി കള്ള് ഷാപ്പ് പോയിരുന്നിട്ട് ഒരു 2 ഒക്കെ രസമായിരുന്നു ചങ്ങായി. ഇപ്പൊ എവാട്ടാ പോയാലും അപ്പ അതിന് വേണ്ടിയിട്ട് ഈ മൊബൈലും ഉണ്ടല്ലോ, അപ്പ വിളിക്കും. അനങ്ങിയ വിളിയാണ്. വല്ലാത്തൊരവസ്ഥ ചങ്ങാതി. ഇപ്പോഴത്തെ ചെക്കന്മാരേനൊക്കെ കാണുമ്പോൾ കൊതിയാവുക, അസൂയ വരിക. എടാ പണ്ടാറ കാലത്തിയാ വരുന്നത്. ഞാനേ പിന്നെ ഞാൻ മുങ്ങി, ഞാൻ പോയി. അല്ല ഏടോ ഉണ്ണിയെ, എന്റെ കെട്ടിയോനെങ്ങാനും കണ്ടോച്ചി? ഈ ചങ്ങായി എവിടെ പോയി? റേഷങ്ങളിൽ നിന്ന് അരി മേടിച്ചിട്ട് പറഞ്ഞിട്ട് പോകുന്ന ആളാണേ. എന്റെ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടിയപ്പോഴേ. പ്രശ്നം എന്താന്ന് വെച്ചാലേ, തൊഴിലുറപ്പിന് കിട്ടിയ 5000 രൂപ പുള്ളിയുടെ കയ്യിലാണ്. ATM ഉണ്ട്. ഓ, ഇനിയിപ്പൊ പൈസ തീരുവോളം. എങ്ങനെയാ എന്നോട് മുണ്ട? എന്റെ ഓലൊക്കെ ഇങ്ങനെ തന്നെയല്ലേ. ഇയാളിത് എവിടെ പോയത്? എന്തേനി എന്നെ വിളിക്കാൻ പറയാൻ പറ്റിയൊരു ചളുക്ക്. അതിനെങ്കാനും അവിടെ വെച്ച് കണ്ണാണെങ്കില് കുടുംബത്തൊക്കെ കേറി വന്ന കാര്യം തല്ലി ഓടിക്കുന്ന പറഞ്ഞോട്ടാ. ആടോ 5000 റുപ്യ ആ പണ്ടവർക്കാലോട് പറഞ്ഞോളൂ. അതിന് 1 ഉറുപ്പ ചെലവാക്കിയ ഞാനിങ്ങനെ ഇരിക്കുന്നു. അന്നോടും ഞാനേ ആ ഉള്ള മറ്റേ ഇത് ഉണ്ടല്ലോ പൈസ കുടുംബശ്രീയുടെ, അതിനൊരു 5000 എങ്ങനെങ്കിലും മാട്ടാന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു. അത് നടക്കില്ല. അപ്പൊ അതാണ് എന്നോടാ പറഞ്ഞത്. ഞാൻ സംഗതിയില് 5000 കിട്ടിക്കണ. അതെ. എന്റെ പേരിൽ എന്താ നോക്കണ് തവളക്കണ്ണ? പിന്നെ നോക്കിക്കോ. എന്ത് ലക്ഷണം? ഒരൊറ്റ ഇടലിനാ തൊട്ടിലേക്ക് അടുത്തുള്ളൂ ഞാൻ. ഇനിയിപ്പോ അവിടെ നമ്മളെ അടുത്ത് പോയിട്ട് കൊളത്തണ്ട. ചെക്കപ്പ് പറഞ്ഞു കൊടുക്കും. ചെക്കൻ പറഞ്ഞു കൊടുക്കാനാണോ പോണത്? പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ചെക്കനല്ലേ. ആന്ന് വല്ലാത്തൊരിടങ്ങറ്. പറഞ്ഞു കൊടുക്കും. സംഗതിയിലേ ഞാൻ ആലോചിക്കണതല്ല, അണക്കിപ്പോ എന്റെ കയ്യിൽ 5000 കിട്ടിയല്ലോ. 100എങ്കിലും മാറ്റാം. എനിക്കതും കിട്ടിയിട്ടില്ല. അല്ല പെരേത്താ വേറൊന്നും കിട്ടണം. എന്താ ചെയ്തെന്നറിയില്ല. ഇതിപ്പോ എന്താ വെച്ചാ ഒരു 10 ഉറുപ്പ്യക്ക് അതാ വരുന്നിട്ടാ ചെക്കൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.